നമസ്കാരം. എൻ്റെ പേര് സൂസൻ ജോർജ്. മെയ്ഡൻ നെയിം സൂസൻ ചെറിയാൻ. കോഴഞ്ചേരിക്ക് അടുത്ത് പുന്നക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. MK ചെറിയാൻ സാറും ഏലിയാമ്മ ടീച്ചറും. വീട്ടിലെ ഇളയ മകളായിട്ട് സന്തോഷമായിട്ട് വളർന്ന് പഠിച്ച് പുന്നക്കാട് CMS പ്രൈമറി സ്കൂളിൽ 1 തുടങ്ങി 5 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് 6 തുടങ്ങി 10ാം ക്ലാസ് വരെ പുന്നക്കാടിനടുത്ത് തന്നെ കോഴഞ്ചേരിക്കടുത്ത് കീഴുകര എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. നല്ല ഒരു വിദ്യാഭ്യാസത്തിന് ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് സെന്റ് മേരീസ് സ്കൂൾ. അവിടെ പഠിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു സ്കൂള്. സ്പോർട്സിലും ഗെയിംസിലും ചെറുതായിട്ടൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവലിൻ ത്രോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിലൊന്നും പോയിട്ടില്ല, എങ്കിലും അത് നല്ലൊരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ കരുതുന്നു. സ്കൂളിലെ ആനുവൽ ഡ്രാമയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായ പ്രസംഗ മത്സരങ്ങളും അങ്ങനെയൊക്കെ സന്തോഷമുള്ള സമയമായിരുന്നു. സ്കൂൾ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചത് ചെങ്ങന്നൂരുള്ള ക്രിസ്ത്യൻ കോളേജിലാണ്. അവിടെ പോകാൻ പ്രത്യേക കാരണമുണ്ട്. അടുത്ത് തന്നെ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ഉണ്ടായിരുന്നെങ്കിലും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിനെ പറ്റി നല്ലൊരു അഭിപ്രായം ജനറലി ഉണ്ട്. ഒന്നാമത്, പിന്നെ എൻ്റെ ഫസ്റ്റ് കസിൻ അവിടുത്തെ ഫിസിക്സിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. എൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബർ ഒരാള് അവിടുത്തെ ബോട്ടണി ടീച്ചറും ആയിരുന്നു. ഇവരോട് രണ്ടുപേരുള്ള സ്നേഹം കൊണ്ടും എന്തോ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കണമെന്നൊരാഗ്രഹം. അവിടെ 3 ബസ് കയറി പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ഇയർ BScക്കും പോയി. ഫസ്റ്റ് ഇയർ BSc കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഇനി അടുത്ത എന്ത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. MBBSന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അഡ്മിഷൻ വളരെ കുറച്ച് മാർക്കിന്റെ കുറവ് കൊണ്ട് കിട്ടിയില്ല. ആ സമയത്തൊക്കെ എൻട്രൻസ് എക്സാം അല്ലായിരുന്നു, നമുക്ക് കട്ട് ഓഫ് പെർസെൻറ്റേജ് വെച്ചിട്ട്. ഐ ലോസ്റ്റ് ഇറ്റ് ഫോർ എ ഫ്യൂ percent, like 0.3% or something. എനിവേ, BScക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കൂട്ടുകാരിയുടെ എൻകറേജ്മെന്റ് കൊണ്ട് BSc നഴ്സിംഗ് പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ വെല്ലൂർ CMCയിൽ അഡ്മിഷന് വേണ്ടി ആപ്ലിക്കേഷൻ എൻ്റെ ഫ്രണ്ട് വരുത്തിയ കൂട്ടത്തിൽ എനിക്ക് കൂടെ ഒന്ന് വരുത്തി തന്നു. അങ്ങനെ അവിടെ ഇന്റർവ്യൂവിന് പോയി. ദൈവത്തിന്റെ കൃപയാൽ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് റാങ്കിൽ അഡ്മിഷൻ കിട്ടി. അത് ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു 4-4.5 വർഷമായിരുന്നു. വെല്ലൂരിന്റെ പശ്ചാത്തലവും ഹൈ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സും വളരെ നല്ല ക്രിസ്ത്യൻ വാല്യൂസും നല്ല ഡിസിപ്ലിനുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ സാധിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സമയമാണ്. ഒരുവിധം നന്നായിട്ട് പഠിച്ചു. ഐ കുഡ് ഹാവ് ഡൺ ബെറ്റർ. എങ്കിലും നന്നായിട്ട് പഠിച്ച് 4 വർഷം കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് 1 വർഷം ഇന്റേൺഷിപ്പും കഴിഞ്ഞ് പിന്നെ ഒരു 6 months മിഡ്വൈഫറിയും കഴിഞ്ഞ് 81 ജൂൺ ആയപ്പോഴത്തേക്ക് വെല്ലൂരിൽ നിന്നും യാത്ര പറഞ്ഞ് 2 വർഷം കേരളത്തിലുള്ള CSIയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ എടുത്തിരുന്നു. അത് വെല്ലൂരെ അഡ്മിഷന് വേണ്ടി CSIയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, സ്പോൺസർഷിപ്പ്. എനിവേ, ഒരു 6 months വർക്ക് ചെയ്തു കേരളത്തിലുള്ള പല CSI ഹോസ്പിറ്റൽസിലായിട്ട്. അതിന് ഇടയിൽ യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ റെവറൻഡ് ജോർജ് ഉമ്മൻ, അന്ന് ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ആലോചന വന്നു. രണ്ടുപേരും സന്തോഷത്തോടെ വിവാഹത്തിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിൽ ആ 2 വർഷത്തെ ബോണ്ട് പേ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പേ ഓഫ് ചെയ്ത് 1981 സെപ്റ്റംബർ 12 ഞങ്ങൾ വിവാഹം കഴിച്ചു. അതിനുശേഷം ബാംഗ്ലൂരിൽ UTCയുടെ ക്യാമ്പസിൽ താമസിച്ചു. ഹസ്ബൻഡ് MTH പാസ്സായ ഉടനെ തന്നെ UT കോളേജിലെ ലെക്ചറർ പോസ്റ്റിൽ കയറുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളവിടെ സന്തോഷത്തോടെ ജീവിച്ചു.
2 മക്കൾ, ഒരു മോനും ഒരു മോളും ഉണ്ടായി. 86-ൽ ഓസ്ട്രേലിയ സിഡ്നിയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിൽ PhDക്ക് പഠിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ മക്കളും ഞാനും ഒരുമിച്ച് പോയി. സിഡ്നിയിൽ 1986 തുടങ്ങി 93 വരെ അവിടെ താമസിച്ചു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സമയമായിരുന്നു. കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, ഞങ്ങൾ ചെറുപ്പമായിരുന്നു. ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ അവിടെ വളർന്നു ജീവിച്ചു. 93-ൽ തിരികെ ബാംഗ്ലൂരിൽ വന്നു. അവിടെ സെയിൻറ്റ് മാർത്താസ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ പഠിപ്പിച്ചു. വളരെ കുറച്ച് സമയം അവിടെയുള്ള CSIയുടെ സ്കൂൾ ഓഫ് നഴ്സിംഗിലും പഠിപ്പിച്ചു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ 2000 പിറ്റ്സ്ബർഗിലുള്ള പിറ്റ്സ്ബർഗ് തിയോളജിക്കൽ സെമിനറിയിൽ 1 വർഷത്തേക്ക് അച്ഛന് ഒരു വർഷം അവിടെ വന്ന് പഠിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അവരുടെ ഗസ്റ്റായിട്ട് ഞാനും വന്നു. 1 വർഷം ഞങ്ങൾ അവിടെ താമസിച്ച സമയം ഒരു സന്തോഷത്തിന് ഇവിടെ അമേരിക്കയിലുള്ള ലൈസൻസിങ് എക്സാം എഴുതി, അത് പാസ്സായി. എങ്കിലും ഇന്ത്യയിൽ തിരികെ പോകണമെന്നുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് തിരിച്ച് ബാംഗ്ലൂരിൽ പോയി സെന്റ് മാർത്താസിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. എങ്കിലും ഇവിടുത്തെ ലൈസൻസും കയ്യിലുള്ളത് കൊണ്ട് അമേരിക്കയിൽ വന്നൊന്ന് ജോലി ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അതിന് വഴി തന്നു. എല്ലാവർക്കും ഗ്രീൻ കാർഡും കിട്ടി. 2003-ൽ ഞാൻ മാത്രം ഫീനിക്സിൽ വന്ന് അവിടെ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിന്റെ ന്യൂറോ റീഹാബിലിറ്റേഷൻ യൂണിറ്റിൽ ജോലി ചെയ്തു. വളരെ പതുക്കെ അച്ഛനും എൻ്റെ 2 മക്കളും വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിച്ചു. 18 years റീഹാബിൽ ജോലി ചെയ്തു. ചാർജ് നഴ്സായിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തു. 2021 അച്ഛനും റിട്ടയർ ചെയ്തു. ഞങ്ങൾ 2021 അവസാനത്തോടെ ഓസ്റ്റിനിൽ വന്ന് ജീവിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ. ആദ്യം പറഞ്ഞതുപോലെ മകൻ DC-യിൽ വിവാഹിതനായിട്ട് ഒരു മകളുണ്ട്. വൈഫിനോട് ചേർന്ന് മകളും ചേർന്ന് അവിടെ താമസിക്കുന്നു. മോൾ ഓസ്റ്റിനിൽ താമസിക്കുന്നു. ഷീസ് ഓൾസോ മാരീഡ്. 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളിപ്പം വളരെ സന്തോഷമുള്ള ഗ്രാൻഡ് പേരൻസ് ആയിട്ട്, റിട്ടയറീസ് ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവം ആരോഗ്യം തരുന്നു, യാത്ര ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് പോകുന്നു. താങ്ക് യു. ടീച്ചിങ്ങിനോട് എനിക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ 2 പേരൻസും എൻ്റെ 2 സിസ്റ്റേഴ്സും ടീച്ചേഴ്സായിരുന്നു. ഞാൻ ഒരു ടീച്ചിങ് ഫാമിലിയിലാണ് വളർന്നത്. ടീച്ചിങ്ങിനോടുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. ഒത്തിരി പേരെ നമുക്ക് സ്വാധീനിക്കാനും അവരുടെ ഒരു ജനറൽ ഫോർമേഷനും കൂടെ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നന്നായിട്ട് ഗൈഡ് ചെയ്യാനും പഠിപ്പിക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ എന്നെ വളരെ സന്തോഷത്തോടെ കാണുന്നു. അതുപോലെ തന്നെ വാല്യുബിൾ ആണ് ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ. നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള സമയത്ത് ആൾക്കാരെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് എനിക്ക് 2നെയും ഒരുപോലെ തന്നെ വാല്യൂ ചെയ്യുന്നു ഞാൻ. സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് ടീച്ചിങ് ടൈമിൽ ഉണ്ടായ നല്ല അനുഭവം, മോശമായ അനുഭവം എന്തൊക്കെ ഉണ്ടായി? വളരെ പ്രയാസമുള്ള അനുഭവം ഉണ്ടാകുന്നത് ഒത്തിരി ടാലന്റഡ് ആയിട്ടും വളരെ കമ്മിറ്റ്മെന്റോടും കൂടെ വരുന്ന സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കാൻ ഒക്കാതെ വരുന്ന ഒരു സാഹചര്യം പ്രയാസമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സാഹചര്യം, ഒരു സ്റ്റുഡൻറ്റ്, ഞങ്ങൾ ഒരു 45 സ്റ്റുഡൻസിനെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് ഒരു അറ്റ്ലീസ്റ്റ് 100 സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്യും. അതിൽ നിന്ന് റാങ്ക് ഉണ്ടാക്കി അതിലാണ് നമ്മൾ 45 സ്റ്റുഡൻസിനെ സെലക്ഷൻ എടുക്കുന്നത്. ഒരു കുട്ടിയെ ഞങ്ങൾ എടുത്തില്ല. ബട്ട് പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് നഴ്സിങ്ങിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ട് തിരികെ വന്ന് പിന്നെയും മുട്ടി അപേക്ഷിച്ച് we finally took her in and she proved herself to be a very good student. അത് നല്ലൊരു ലെസണായിട്ട് ഞങ്ങൾക്ക് തോന്നി. നമ്മൾ എത്ര സ്ക്രീൻ ചെയ്താലും നമുക്ക് ഒരാളുടെ കപ്പാസിറ്റിയും കമ്മിറ്റ്മെന്റും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒക്കുകയില്ല. ആ കുട്ടി മറ്റു കുട്ടികളെക്കാട്ടിലും നന്നായിട്ട് പഠിക്കുകയും നഴ്സിങ്ങിനോട് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിച്ച കുട്ടികളുടെ
ഇന്നത്തെ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആരെ പറ്റി ഓർമ്മയുണ്ടോ? എല്ലാവരും ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സ്കൂൾ ഓഫ് നഴ്സിംഗ് ആയിരുന്നു. ഞാൻ അവിടുന്ന് പോരുന്നതിന് മുമ്പ് അത് കോളേജ് ഓഫ് നഴ്സിംഗ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ സ്കൂൾ ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ നഴ്സിംഗ് ആണ്. അവരിൽ ഒരു നല്ല ഭാഗവും ആൾക്കാരും BSc നഴ്സിംഗും അത് കഴിഞ്ഞിട്ട് ഉള്ള സ്റ്റഡീസ് പലതും US വന്നിട്ട് ചെയ്യുകയും നല്ല സ്റ്റാറ്റസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരും പലരുണ്ട്. എനിക്ക് ഓരോരുത്തരുടെ പേരെടുത്ത് പറയാനായിട്ട് ഇഷ്ടമില്ല, പക്ഷെ വളരെ നല്ലതായിട്ട് പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസ് എനിക്കുണ്ട്. അവരുമായിട്ട് കോണ്ടാക്റ്റും ഉണ്ട് ഇപ്പോഴും. സിസ്റ്റർ നഴ്സിംഗ് ലൈനിലോട്ട് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എന്താവുമായിരുന്നു? ടീച്ചേഴ്സ് സിസ്റ്ററിന്റെ ഫാമിലി കോളേജിൽ ലെക്ചേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഹെഡും ഉണ്ടല്ലോ, എന്താവായിരുന്നു അതർവൈസ്? ഇത് ദൈവത്തിന്റെ ഒരു വിളിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ പാതയും ദൈവം നമ്മളെ നടത്തുന്നതാണ്. ഒരു പക്ഷേ നഴ്സിംഗ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു കോളേജിലെ ലെക്ചററായിട്ടോ ഞാൻ പോകുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇന്ന് ടീച്ചർ സ്റ്റുഡന്റ് ടീച്ചർ ഒക്കെ ലൈഫ് കഴിഞ്ഞു. ഇന്ന് പഠിക്കാൻ ഒരു അവസരം തന്നാൽ എന്ത് പഠിക്കാനായിരിക്കും ഒരു ആഗ്രഹം? എനിക്ക് ഹിസ്റ്ററിയോട് വളരെ ഇഷ്ടമുണ്ട്. പണ്ട് ഏറ്റവും ഞാൻ വെറുത്തിരുന്ന ഒരു സബ്ജക്റ്റാണ് ഹിസ്റ്ററി. എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ ഒരു ഹിസ്റ്റോറിയനാണ്, ചേർച്ച് ഹിസ്റ്ററിയിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണോ എന്നെനിക്കൊരു സംശയം. നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യമെന്ന്. എനിക്ക് ഹിസ്റ്ററിയോടും ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഞാൻ ഇമാജിൻ ചെയ്തതിനേക്കാളും വളരെ കൂടുതലുണ്ട്. അതായിരിക്കാം ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിസ്റ്റർ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, അമേരിക്ക വന്നു, ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഈ ഒരു സ്ഥലമാണ് ടീച്ചറിന് ബൈ ഹാർട്ട് ലൈക്ക് ചെയ്തത്? ഒന്ന് എടുത്തു പറയാൻ പ്രയാസമുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ മേന്മയുണ്ട്. എങ്കിലും ചെറുപ്പമായതുകൊണ്ടാണോ എന്തോ സിഡ്നിയോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. എന്താണ് അവിടെ ഏറ്റവും ടീച്ചറിനെ അട്രാക്ട് ചെയ്തത്? ദ നേച്ചർ. പിന്നെ സിഡ്നി പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഓപ്പറ ഹൗസും ഡാർലിംഗ് ഹാർബറും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പോകാനും എൻജോയ് ചെയ്യാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഞങ്ങളെ വളരെ വെൽക്കം ചെയ്യുകയും ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവുകയും 93 തിരികെ വന്നെങ്കിലും ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പലരുണ്ട്. മലയാളികളും ഓസ്ട്രേലിയൻസും ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്യുകയും സ്ഥിരമായിട്ട് വിളിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സിസ്റ്ററിന്റെ ബ്രദർ ആണല്ലോ ഇപ്പോഴത്തെ CSIയിലെ ബിഷപ്പ്. ബിഷപ്പ് ആയതിനു ശേഷം ബ്രദർ ഡിസ്റ്റൻസിലായി പോയോ അതോ പഴയതുപോലെ തന്നെയാണ്? സ്നേഹത്തിന് ഒരു കുറവുമില്ല, പക്ഷെ സമയം വളരെ കുറവായതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത സമയത്ത് വിളിച്ച് വെറുതെ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. എങ്കിലും എല്ലാ വർഷവും നാട്ടിൽ പോവുകയും ആ സമയമെല്ലാം ഒക്കുമ്പോഴെല്ലാം ഞങ്ങൾ തമ്മിൽ കാണുകയും കൂടെ താമസിക്കുകയും അമേരിക്കയിൽ വരാൻ സാധ്യതയുള്ളപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും വരികയും ഒക്കെ ചെയ്യാൻ ഒക്കുന്നുണ്ട്. എന്തായാലും ആ ചുമതലയുടെ തിരക്കിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അധികം സമയം സംസാരിക്കാൻ കിട്ടുന്നില്ല, പക്ഷെ സ്നേഹത്തിനൊരു കുറവുമില്ല. സിസ്റ്ററിന്റെ കൊച്ചമ്മയുടെ ഫാമിലി ആണല്ലോ 104 വയസ്സുള്ള മന്നപ്പള്ളി കുറ്റിക്കുഴിയിലെ ഫാമിലിയിലെ അമ്മച്ചി. അമ്മച്ചിയെ പറ്റി എന്താണ് ഓർമ്മ? അമ്മച്ചിയുടെ ഓർമ്മ എന്നെ അതിശയിപ്പിക്കുന്ന ഓർമ്മയാണ്. അമ്മച്ചിയെ കാണാൻ ഒരു 5 വർഷത്തിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നു. എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്നോട് പറയുന്നത് കേട്ടാൽ ഞാൻ പോലും ഓർത്തിരിക്കാത്ത കാര്യങ്ങളാണ് അമ്മച്ചി എന്നോട് പറയുകയും സംസാരിക്കുകയും ചെയ്തത്. അത്രയ്ക്ക് ഷാർപ്പ് മെമ്മറിയാണ്. എല്ലാവരിലും നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു വളരെ മിടുക്കിയായ അമ്മച്ചിയെ പറ്റി ഓർക്കുമ്പോൾ വളരെ അഭിമാനമുണ്ട്. താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ തിരുമേനിയെ പറ്റി എനിക്കറിയാം, സിസ്റ്ററിനെ പറ്റി അറിയാം. മറ്റുള്ള ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്താണ് ഇപ്പോൾ സ്റ്റാറ്റസ് പറയാമെങ്കിൽ? എൻ്റെ മൂത്ത 4 സിസ്റ്റേഴ്സ് ആണ്. ഏറ്റവും മൂത്ത 2 പേര് ടീച്ചേഴ്സ് ആയിരുന്നു. ആഫ്രിക്കൻ കൺട്രീസിൽ വർക്ക് ചെയ്തു. ഒരാൾ എത്യോപ്യയിലും ഒരാൾ മറ്റ് പല ആഫ്രിക്കൻ കൺട്രീസിൽ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് 2 പേരും കുടുംബമായിട്ട് നാട്ടിൽ താമസിക്കുന്നു. അതിൻ്റെ ഇളയ 2 സിസ്റ്റേഴ്സ് നേഴ്സസ് ആണ്. അവർ 2 പേരും കാലിഫോർണിയയിലുണ്ട്. പിന്നെ എൻ്റെ നേരെ ഇളയ ബ്രദർ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ ബിഷപ്പായിട്ട് കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSIയുടെ മധ്യകേരള ഡയസിസിന്റെ ബിഷപ്പാണ്. ഏറ്റവും ഇളയ ബ്രദർ ഫീനിക്സിൽ താമസിക്കുന്നു. ഇന്റർനിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ മാനേജറാണ്. രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. ഫാദർ ടീച്ചർ ആയിരുന്നെങ്കിലും അതുപോലോ അതിൽ കൂടുതലോ ഒരു കൃഷിക്കാരനായിരുന്നു. പല അവാർഡ്സും കിട്ടിയിട്ടുള്ള ഒരു കൃഷിക്കാരൻ.
ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകൻ, ഒരു പൊളിറ്റീഷ്യൻ, അവിടുത്തെ പുന്നക്കാട് ഗ്രാമത്തിന്റെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പൗരനായിരുന്നു. അദ്ദേഹം പ്രൈമറിയിലായിരുന്നോ, മിഡിലായിരുന്നോ? ഹൈസ്കൂളിന്റെ മിഡിൽ സ്കൂൾ സെക്ഷനിലാണ് പഠിപ്പിച്ചിരുന്നത്. അമേരിക്കയിലെ CSIക്കാരെ പറ്റി 2 വാക്ക്. വളരെ കമ്മിറ്റഡ് ആയിട്ട് CSIയോടുള്ള കൂറ് പുലർത്തി നമ്മുടെ CSIയുടെ എല്ലാ വാല്യൂസും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. അതിൻ്റെ ഭാഗമായിരുന്നതായിട്ട് വളരുകയും വിവാഹത്തിന് ശേഷവും അതിൻ്റെ ഭാഗമാകാൻ സാധിക്കുകയും ചെയ്തതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും എക്യൂമെനിക്കൽ മൈൻഡുള്ള ഒരു സഭാവിഭാഗമാണ് CSI. അത് ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുന്നു. Thank you, Vachana. Thank you so much. Have a wonderful day.